ഇതാണ് എൻ്റെ ഇൻഫർമേഷൻ സെൻറ്റർ. നമ്മളിവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ പെരിയകൊമ്പ് ലോഗ് ഹൗസിലേക്ക് പോകുമ്പോൾ കേട്ടോ. പെരിയകൊമ്പ് ലോഗ് ഹൗസിലേക്കുള്ള യാത്രയിലാണ്. എൻ്റെ ഓഫീസിലുള്ള കാഴ്ചയാണ്. റെസ്റ്റ് എടുക്കുക. കാലത്ത് തീറ്റ കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുന്നത്. വച്ചിപ്പാറയിലേക്കുള്ള യാത്ര തുടങ്ങി നമ്മുടെ. വച്ചിപ്പാറയില്ല, പെരിയകൊമ്പിലേക്കുള്ള യാത്ര തുടങ്ങി. ആനകളും മ്ലാവുകളൊക്കെ കൂട്ടമായിട്ട് വിശ്രമിക്കുന്ന സ്ഥലമാണിത്. അധികം സംസാരത്തിൽ അവരുടെ ഉണ്ടെങ്കിൽ ഓടിപ്പോകും. അതുകൊണ്ടാണ്. അപ്പം എപ്പോഴാണ് നടന്നത്? എപ്പോഴായിരുന്നു? എപ്പോഴാനൊക്കെ കൂട്ടം വന്ന് പോയോ? ആ രാത്രി രാത്രിയൊക്കെ മൊത്തം മാനുകൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടത്. സൂപ്പർ സീനറി കേട്ടോ. അടിപൊളി സീനറി.
പച്ചപ്പായി കാണുന്ന മലയുടെ അപ്പുറത്താണ് കേട്ടോ നമുക്ക് പോകേണ്ട ലോഡ് ബസ്. എങ്ങനെ അവിടെ എത്തുന്ന ആലോചിച്ചിട്ട് പെടുത്തില്ല. പോകുന്ന വഴിക്കുള്ള പുഴയാണ് കേട്ടോ. സുന്ദരമായൊരു പുഴ. എങ്ങനെയുണ്ട് കയറ്റങ്ങൾ? ഇതിങ്ങനത്തെ കയറ്റങ്ങളാണ്. വയ്യാണ്ടാവും. കൊടുങ്കാടിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റം കയറുള്ളൊരു ട്രെക്കിങ്. പകുതി കയറ്റം കയറി, ഇതിലാ കയറ്റം കയറി പോകണം. കയറ്റം കയറി നമ്മൾ മുകളിലേക്ക് എത്തിത്തുടങ്ങി. ഇതാണ് മുകളിൽ കയറി താഴേക്ക് പോകുമ്പോൾ അത്രയും കയറ്റം. കയറ്റം കഴിഞ്ഞില്ല, ഞാൻ അടുത്ത കയറ്റം തുടങ്ങി. വീണ്ടും കയറ്റം നിറഞ്ഞ കൊടുങ്കാട്ടിൽ എത്തി. എന്തിൻ്റെയോ മുട്ടകൾ വിരിഞ്ഞിറങ്ങി പോയണതാ. ഇത് ഈ ഹോളിലുണ്ട് അവർ. എന്താണെന്നൊരു പിടുത്തമില്ല. ഇത് ഈ ഹോളിലുണ്ട്, ഇറങ്ങി പോയിട്ടുണ്ട്. വീണ്ടും നമ്മൾ നിരപ്പിലെത്തി. താഴെ കാണുന്നൊരു പുഴ കാണാം. അതാണ് പാമ്പാർ നദി. നമ്മളെത്താറായിട്ടോ. നമ്മളെ പെരുകൊമ്പ് ലോഗ് ഹൗസ് എന്ന സ്വപ്നത്തിലേക്ക് നമ്മളെത്താറായി. അങ്ങനെ നമ്മൾ പെരുകൊമ്പ് ലോഗ് ഹൗസ് എത്തി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനെത്ര ബുദ്ധിമുട്ടി പോകണമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ കാടിനെ സ്നേഹിക്കുന്ന നമുക്ക് കാട്ടിലൂടെ യാത്ര, കാട്ടിലൂടെ നടക്കുമ്പോൾ എന്നീ മൃഗങ്ങളെ കാണുന്നുള്ള ഒരു ആഗ്രഹങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത് കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അവൻ ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തി. നമുക്ക് എത്ര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കയറ്റം കയറിയൊക്കെ വന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാ 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മോശമാക്കിയില്ല. അത്രയ്ക്കും ഭംഗിയുള്ളൊരു ഏരിയ നമുക്ക് കാണാൻ സാധിച്ചു. ഇതാ ഇതാണ് ആ ലോഗ് ഹൗസ്. കാണാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട പെരുകൊമ്പ് ലോഗ് ഹൗസ്. ഇനി നമുക്ക് ലോഗ് ഹൗസിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം. ഇതിൻ്റെ സൗകര്യങ്ങൾ നോക്കാമല്ലോ. ഇതിൻ്റെ ഫ്രണ്ടിലെ വ്യൂ ആണത്. നമുക്ക് അകത്തേക്കൊന്ന് കയറാം. കട്ടിലുണ്ട്. 3 പേർക്ക് തലവാണേ ഉള്ളൂ. പക്ഷെ അത് 4 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. 2 പേർക്കാണ് അലൗഡ്. പിന്നെ എക്സ്ട്രാ പേഴ്സണായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം നമുക്ക്. പിന്നെ ബാത്റൂം അത്യാവശ്യം വൃത്തിയുള്ളൊരു ബാത്റൂമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ. പിന്നെ ഉള്ളിൽ നിന്ന് ഫ്രണ്ട് വ്യൂ എന്ന് പറയാനായിട്ട് ഇതാ ഫ്രണ്ട് വ്യൂ.
വ്യൂ ഒക്കെയാണ്. ഇപ്പം എല്ലാവരും നോക്കിക്കണ കാരണം എന്താ വെച്ചാൽ അവിടെ വെള്ള കാട്ടുപോത്തിനെ കണ്ടു, അതിന് ആ ക്യാമറയിൽ കിട്ടി. പക്ഷെ നമ്മുടെ ക്യാമറയിൽ കിട്ടിയില്ല, അതിനുള്ള ക്യാമറ ഇല്ല. അപ്പം അങ്ങനെ സൂപ്പർ വ്യൂ. നമ്മുടെ വൈകുന്നേരത്തെ പെരിയകൊമ്പ് ലോഗോസിലെ ഫുഡ്, ചപ്പാത്തി, ചിക്കൻ കറി, അങ്ങനെ ഐറ്റംസുകൾ. രാവിലെ തന്നെ നമ്മൾ എണീറ്റ് വരുമ്പോഴുള്ള അവസ്ഥയാണല്ലോ. നല്ല കിളികളുടെ സൗണ്ടുകളും നല്ല തണുത്ത കാറ്റും. ഇതിൻ്റെ താഴ്വാരങ്ങളിൽ ഇന്നലെ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. ആനക്കൂട്ടമുണ്ടായിരുന്നു, കാട്ടുപോത്ത്, വെള്ളക്കാട്ടുപോത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ക്യാമറയിൽ കിട്ടിയില്ല, ക്യാമറയ്ക്ക് അത്രയും പവർ ഉണ്ടായിരുന്നില്ല താഴെയുള്ള സൂം ചെയ്തെടുക്കാൻ. അങ്ങനെ അടിപൊളി സ്ഥലം. അപ്പോൾ നമ്മൾ ജല്ലിമല ലോഗോസിൽ നിന്ന് ഇറങ്ങും, അല്ല ജല്ലിമലയല്ല, പെരിയകൊമ്പ് ലോഗോസിൽ നിന്ന് ഇറങ്ങണം. സൂപ്പർ അവസ്ഥ. പോകാം പോകാം നമുക്ക് പോകാം. നമ്മളവിടെ ഇറങ്ങുമ്പോഴുള്ള സീനറിയാണ്. വാച്ച് ടവറാണ് കാണുന്നത്. ഇടയ്ക്ക് ട്രക്കിംഗ് ഒക്കെ ഉള്ളതാണ്. വാച്ച് ടവറാണ് കാണുന്നത്. വാച്ച് ടവറാണ് കാണുന്നത്. ഇത് സെപ്പറേറ്റ് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. വാച്ച് ടവർ, ചിന്നാർ വാച്ച് ടവറാണ്. ചിന്നാർ പുഴ, മനോഹരമായ ചിന്നാർ പുഴ. നമ്മളൊരു ചെറിയൊരു കുളിയൊക്കെ കുളിച്ച് പതിയെ വീട്ടിലേക്ക് പോകും.